നല്ല അടിപൊളി ചൂടുണ്ട്. എന്നാലും ഞാൻ കറുപ്പും ഇട്ടിട്ടേ നിൽക്കുമെന്നാണ് എന്താ പറയുക ശബ്ദം ചെയ്തതെന്നൊക്കെ പറയല്ലേ ആ സംഭവം. അപ്പോൾ ഞാൻ മാത്രമല്ല കറുപ്പ്, ആ നിൽക്കണ ചെങ്ങായും കറുപ്പാണ്. സോ വെൽക്കം ബാക്ക് ബോയ്സ്. നമ്മുടെ അടുത്ത് ആക്ച്വലി ഇപ്പോൾ ഉള്ളത് 500 NX ആണ്. നമ്മുടെ 500Xൻ്റെ പുതിയ വേർഷൻ. നമ്മുടെ എക്സിൻ്റെ അതേ സെയിം എഞ്ചിൻ തന്നെയാണ് NXന് വരുന്നത്. ആക്ച്വലി ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, റിവ്യൂ വീഡിയോ വേറെ വരുന്നതായിരിക്കും. ഇത് ആക്ച്വലി നമ്മളൊരു കൊച്ചു റൈഡ് പോകണം, ഒരു ചായ കുടിക്കാൻ. അതെ, ഈ നട്ട് വെയിലത്ത് ചായ കുടിക്കാൻ പോകണം. മണ്ടത്തരമാണ്, പ്രാന്തത്തരമാണ്, പക്ഷെ എന്നാലും ഒരു രസമാണ്. സോ എനിവേ ഞാൻ വണ്ടിയിലോട്ട് കയറിയിരിക്കട്ടെ. ഇവിടെ ചുമ്മാ ഒരു സ്പോട്ട് കണ്ടപ്പം ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കയറിയതാണ്. അത്യാവശ്യം നല്ല സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റോഡിലോട്ട് കയറിക്കാം. നമ്മൾ ആക്ച്വലി ഒന്നുകൂടെ കരിയത്തുംപാറ അടിക്കുകയാണ്. കരിയത്തുംപാറ ആ റോഡ് പിടിക്കാൻ, ആ ഒരു റോഡ് ആക്ച്വലി പ്രിട്ടി മോഡാണ്. ഒരു 40-50 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു അപ്രോക്സ്. ഞാനെന്തായാലും ഒരു 500 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഹാഫ് ആൻഡ് എബവ് പെട്രോൾ കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു മൈലേജ് എത്ര ഉണ്ടാവും നോക്കാം. ഇപ്പോൾ ഒരു 11 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ മൈലേജും ഇതൊക്കെ ലാസ്റ്റ് പറയാം. പിന്നെ വണ്ടീൻ്റെ ഒരു റിവ്യൂവും ലാസ്റ്റ് പറയുന്നതായിരിക്കും. അതായത് ഞാൻ ഈ ഓടിച്ചതിന് ശേഷമുള്ള എനിക്ക് തോന്നുന്ന സംഭവങ്ങൾ കേട്ടോ. ടെക്നിക്കൽ പരമായിട്ട് അടിപൊളി അല്ലെങ്കിലും അത്യാവശ്യം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. സോ യാ, ലെറ്റ്സ് ഗോ. നമ്മളുടെ അടുത്ത് ഒരു 360 ഉണ്ട്. അപ്പം കുറച്ച് അടിപൊളി 360 വീഡിയോസും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ അയാൾക്കൊരു നടുവിൽ നമസ്കാരം. ഈ റോഡ് കുറച്ച് സീനാണ്, കാരണം ചെറിയ റോഡാണ്, അധികം ഗട്ടറും കാര്യങ്ങളൊന്നുമില്ല. അതാ ഇതുപോലെ ഇങ്ങനെ വണ്ടികൾ നെഞ്ചത്തോട്ട് കയറി വരും. അതൊരു ഭയങ്കര പ്രശ്നമാണ് ഈ റോഡ്. ഉള്ളിയ റോഡ് നമ്മൾ ആക്ച്വലി അവിടെ എത്തുന്ന വരെ സീനാണ്. വണ്ടികൾക്ക് ഒരു കണ്ണും മൂക്കില്ലാത്ത വരലാണ് വരിക. പിന്നെ അധികം ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസും ലൈക്ക് എന്താ പറയുക, കല്ല് കടത്തിനും മണ്ണ് കടത്തിനും അങ്ങനത്തെ വെഹിക്കിൾസൊക്കെ ഒരുപാട് ഈ റോഡിൽ വരാറുണ്ട്. സോ സൂക്ഷിച്ചും കണ്ടുപിടിച്ചില്ലെങ്കിൽ പണി പാലുമലത്ത് കിട്ടും. നമ്മുടെ അടുത്ത് എക്സ്പെർട്സ് അല്ല, കുറച്ച് വലിയ വണ്ടിയാണ്. അതുകൊണ്ട് ഉള്ളിലൊരു ഭയമുണ്ട്. ആക്ച്വലി ഒരു 7.5 ലക്ഷത്തിൻ്റെ വണ്ടിയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. നല്ല പേടിയുണ്ട് ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നമ്മളധികം പറപ്പിക്കുന്നില്ല. ബട്ട് ട്രൈയിങ് ടു എൻജോയ് ദ 2 സിലിണ്ടർ. സോയാ ചുമ്മാ ഒരു ഷോപ്പ് കയറി ചായ കുടിക്കില്ല. നമ്മൾ ആക്ച്വലി ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്, പക്ഷേ ചായ ഇല്ല. ചായ ഏതെങ്കിലും കടയിൽ കയറി വാങ്ങണം. അപ്പോൾ ഏകദേശം അതിനോട് എടുത്തെത്തുന്ന സമയത്ത് ഒരു ചായ മേടിക്കാം. നോക്കാം. പേപ്പർ ഗ്ലാസ് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ. ഇല്ലെങ്കിൽ ബോട്ടിൽ ചായ കുടിക്കേണ്ട അവസ്ഥയാവും. ഇയാളെന്തേ കാണിക്കുന്നത്? ഇതാണ്ടോ ബസ്സൊക്കെ വരുന്നുണ്ടോ? സീനവിടെ. ഇവിടെ അങ്ങനെ ലൈനൊന്നുമില്ല, ഒരൊറ്റ വഴിയാണ്, എല്ലാവർക്കും കൂടെ ഉള്ളൊരു വഴി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ അധികം സ്പീഡൊന്നും എടുക്കുന്നില്ല. ആക്ച്വലി നമുക്ക് ഹൈവേ കയറാം ഇൻ കേസ് ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇങ്ങനത്തെ റോഡായതുകൊണ്ടാണ് ഞാൻ അധികം സ്പീഡൊന്നും എടുക്കാത്തത്. അത്യാവശ്യം ഒരു 60-65 ആ റേഞ്ച് പോകുന്നുള്ളൂ. ഇതാണ് വരുന്നത്. എൻ്റെ പൊന്ന് MVD ബൈക്കേഴ്സിന് ഗോപ്രോ ഒരു മസ്റ്റാണ് കേട്ടോ. ഗോപ്രോ എന്നല്ല, എന്തെങ്കിലും ഒരു ചെറിയ ക്യാമറ ബൈക്സിൽ വേണം, ഇല്ലെങ്കിൽ റിസ്ക്കാണ്. ഒന്നാമതേ ഒന്ന് വണ്ടി എടുത്തുകൂടെ പോയി ചുമ്മാ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം തന്നെ വണ്ടി തട്ടിയാൽ തന്നെ ബൈക്ക് വീഴും. കാരണം അത്രേ ഉള്ളൂ വണ്ടീൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പിടിച്ച് പറഞ്ഞു നിർത്താനൊക്കെ കുറച്ചൊരു എൻ്റെ മോനെ, ഇതെന്താ സ്റ്റാവിലോസ് പൊടിയോ? ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ റോഡ് കൂടെ ഓടിക്കുമ്പം നോക്കി ഓടിക്കാം, ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കൊടുക്കും. ത്രോട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഒരു പുടുക്കി ഇവിടെ കൊടുത്തു. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കും, ആകാശേ വേണ്ട 7.5 ലക്ഷത്തിൻ്റെ വണ്ടിയാണ്, നോക്കി കണ്ടു ഓടിക്കണം, എന്തെങ്കിലും പറ്റിയ ആധാരം കൊടുത്താൽ പോലും തികയില്ല മോനെന്ന് പറയും. അപ്പം എൻ്റെ മനസ്സൊന്ന് കാമാവും. നമ്മളെത്ര മര്യാദയ്ക്ക് ഓടിച്ചിട്ടും കാര്യമില്ല ബ്രോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരുത്തം വഴി തെറ്റിച്ചാൽ മതി, പണി പാലും വെള്ളത്തിൽ കൊടുക്കും. സോ കറൻ്റ്ലി നമ്മൾ MMCയുടെ മുമ്പിലുണ്ട്.
ഷോ ഓഫ് കാണിക്കാൻ ആരുമില്ലല്ലോ. വൈകുന്നേരം നോക്കാം. പിന്നെ വണ്ടി അധികം നമ്മളെ കേരള റോഡ്സിൽ ഇറങ്ങാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഈ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണല്ലോ, കോഴിക്കോട് നമ്മൾ തന്നെ അല്ലേ വിറ്റ. കോഴിക്കോട് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അല്ലേ, അതുകൊണ്ട് ആരും കണ്ടിട്ടുണ്ടാവില്ലേ വണ്ടി, പ്രത്യേകിച്ച് ഈ ഏരിയയിലോട്ടൊക്കെ. ചെറിയൊരു മണ്ടത്തരം ചെയ്തേ, ഞാൻ വഴി ശ്രദ്ധിച്ചില്ല. വണ്ടി എൻജോയ് ചെയ്തങ്ങ് ഓടിച്ചങ്ങ് പോയി. ചെറുതായിട്ട് വഴിയൊന്നും മാറി, കുഴപ്പമില്ല. ഇനിയിപ്പം കുറച്ച് ദൂരം കൂടെ ഒരു 19 കിലോമീറ്റർ എന്തോ ആണ് കാണിക്കുന്നത് തോന്നുന്നു. അപ്പം അങ്ങോട്ട് പോകും. ഇപ്പോൾ കറൻ്റ്ലി മൈലേജ് 40 കാണിക്കണ്ടല്ലോ. ട്രിപ്പ് 26. ഇല്ല, വഴി മാറിയില്ല, കറക്റ്റ് വഴി തന്നെ. ഞാൻ ആ റൈറ്റ് എടുക്കാൻ നേരത്തെ വിട്ടേ. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ആ റൈറ്റ് തന്നെ ആയിരുന്നു അതോ വേറെ റൈറ്റ് തന്നെ ആയിരുന്നു. കറൻ്റ്ലി ഇപ്പം 27 കിലോമീറ്റർ ഡൺ ആൻഡ് വി ആർ ക്രൂസിങ് പ്രിറ്റി ഗുഡ്. നല്ല ചുട്ട് പൊള്ളുന്ന വെയിലുണ്ട്. ആക്ച്വലി ഈ ചുട്ട് പൊള്ളുന്ന വെയിലത്ത് നമ്മളെ നോർമൽ ഹിമാലയനടുത്ത് പോവുകയാണെങ്കിൽ കാലിൻ്റെ അടിയിൽ നിന്ന് അടിക്കുന്ന ഹീറ്റ് ആലോചിച്ചാൽ മതി. പക്ഷേ ഇതൊന്ന് ഞാൻ അത്രയും ഹീറ്റ് എനിക്ക് കാലിലോട്ട് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം മരങ്ങളും ഇതൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് കുറച്ച് തണൽ കിട്ടുന്നുണ്ട്. നോർമലി ഹൈവേസൊക്കെ പിടിക്കുകയാണെങ്കിൽ വെന്തുരുക്കി ചത്തു. ഈ ഏരിയ കണ്ടില്ലേ. വണ്ടിയുടെ ഓണർ ഇപ്പം നമ്മളെ വിളിച്ചായിരുന്നു, നമ്മളെ ഡോക്ടർ കോളിനിപ്പോൾ വിളിച്ചായിരുന്നു. അപ്പം ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് ഓക്കെ അല്ലെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. കാരണം അറിയാലോ, എന്തായാലും ഒരാൾക്ക് അയാളുടെ വണ്ടി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടാവും. സോ യാ, ഓൾ ഗുഡ്, പ്രിറ്റി ഗുഡ്. ഞാനിങ്ങനെ ആലോചിക്കാം, നമുക്ക് ചായ മേടിക്കണോ അതോ സർബത്ത് മേടിക്കണോ? സർബത്ത് മേടിച്ച് കുപ്പിയിലാക്കിയാലോ എന്നാ, അത് നമുക്ക് കുപ്പിയിൽ തന്നെ അങ്ങ് കുടിക്കാമല്ലോ. നല്ല തണുത്തൊരു സർബത്തല്ലേ, എന്തു പറയുന്നു. നമ്മൾ 360 മിക്കവാറും നല്ല കുറച്ച് ഫുട്ടേജ് റെക്കോർഡ് ചെയ്യാൻ മതിയാവും. വെയിലൊക്കെ ഒന്ന് കാമായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, മേഘം വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ ഉൾനാട്ടിലോട്ട് ഉള്ള ഒരു സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം സർബത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവുമോ ആവില്ലെന്ന് വിചാരിക്കുന്നു. അവിടെ കട ഉണ്ട്, അവിടെ ഒന്ന് മേടിച്ചാൽ മതി. ഇനി നോക്കാം, അടുത്ത കടയിൽ നമുക്ക് നിർത്താം. അടുത്ത കടയിൽ നിർത്തിയിട്ട് സർബത്ത് വാങ്ങി കുപ്പിയിൽ വയ്ക്കാം. ചായ നടക്കില്ല മോനെ, ഈ ചൂടത്തെ ചാത്ത് പണ്ടാരടങ്ങിപ്പോവും. സർബത്ത് ഉയർ, അത്രേ ഉള്ളൂ. ത്രീ ലെങ്ത്ത് കൂട്ടാൻ സമയമായി. 360 ലെങ്ത്ത് കൂട്ടിയാൽ കുറച്ച് പയ്യെ ഓടിക്കണം, കാരണം ഭയങ്കര വിറയായിരിക്കും സാധനം. ഓൺ ചെയ്യാം. ഓക്കെ, കറൻ്റ്ലി ഇൻസ്റ്റ ഈസ് റെക്കോർഡിങ്. GoPro, ഇൻസ്റ്റ, ഒരുപാട് സാധനങ്ങൾ നമുക്ക് നോക്കണം, അതുകൊണ്ട് കുറച്ച് പയ്യെ പോവാം. ഓക്കെ,
നിസാരം. ഇവിടെ സർബത്ത് ഉണ്ടാവുമല്ലോ. ചേട്ടാ സർബത്തുണ്ടോ? സർബത്തുണ്ടോ? സർബത്ത് ഇവിടെ ഇല്ല.